City Gold, Gold and Diamonds, Kerala and Karnataka. ജനറൽ സെക്രട്ടറി മുത്തലി പാലഘട്ടിനെയും ഞാൻ ഈ പരിപാടിയിൽ ആർദ്രമായി സ്വാഗതം ചെയ്യും. അതുകൂടാതെ നമ്മുടെ കാസർഗോഡ് സ്റ്റേറ്റ് വെൻഡേഴ്സിന്റെ എസ്.ടിയുടെ നേതാക്കന്മാരായ മുഹമ്മദ് ബാലകം, മുഹമ്മദ് അലി ചന്ദ്രൻ, ആഷിഫ് മഞ്ചേശ്വര, അതുപോലെ നമ്മുടെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൂടിയായ ബി ഫാത്തിമ ഇബ്രാഹിമിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ എസ്.ടിയുടെ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ പ്രിയങ്കരനായ നമ്മുടെ അഷ്ടപതി സാഹിബിനെ ക്ഷണിക്കുന്നു. പുതിയതായി നമ്മുടെ കാസർഗോഡിൽ നിന്ന് തിരഞ്ഞെടുത്ത സംസ്ഥാന എസ്.ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കെ.പി. മുഹമ്മദ് അഷ്റഫ് സാഹിബിനെയും ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന 2016 തൊട്ട് നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സ് എസ്.ടി.യു രൂപീകരിച്ചതിന് ശേഷം 2024 വരെയുള്ള നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തും മലപ്പുറത്തിനെയും കോഴിക്കോടിനെയും അറിയപ്പെടുന്ന നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ സംസ്ഥാന ഇടനീളം അറിയപ്പെടുന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തും കൂടി നമ്മുടെ ജുനൈദ് പരവക്കലിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ലിസ്റ്റും ഇവിടെ നമ്മുടെ പ്രസിഡന്റ്മാർ വായിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ നമ്മുടെ വിശദമായി തന്നെ നമ്മോട് സംസാരിക്കും. അതിന്റെ കർത്തവ്യം എന്ന് വെച്ചാൽ ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതാണ്. നമ്മുടെ എസ്.ടിയുടെ മുതിർന്ന നേതാവും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് എ അബ്ദുറഹ്മാൻ സാഹിബിനെ ഞാൻ പരിപാടിയിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമുക്ക് വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി അധോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയായ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റും നമ്മുടെ ജില്ലാ പ്രസിഡന്റും കൂടിയായ ഇന്ന് നിലവിൽ എസ്.ടിയുടെ വൈസ് പ്രസിഡന്റും കൂടിയായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ അഷ്റഫ് അഡ്നിയെ ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ 2024 കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളൊക്കെ സ്വാഭാവികമായും പൊതുപ്രവർത്തന മേഖലയിലൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് തൊഴിലാളികളോടൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട്. ഇവിടെ
2-3 പരിപാടികൾ നമുക്ക് ഇതിന്റെ ഭാഗമായി നടത്തേണ്ടതുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വന്തം തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള നമ്മുടെ യൂണിയന്റെ സ്വീകരണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ID കാർഡ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള ID കാർഡ് ഇന്നിവിടെ നിന്ന് നൽകും. ബാക്കിയുള്ള ആളുകൾക്ക് നാളെ രാവിലെയും നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മെമ്പർഷിപ്പിന്റെ അഭിനയ കമ്മിറ്റിയുടെ സമരപരിപാടികളും മറ്റും വന്നതുകൊണ്ട് എല്ലാ വർഷവും കമ്മിറ്റി പുതുക്കേണ്ടത് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ജനറൽ ബോഡി യോഗം നമ്മൾ ചേർന്നിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഈ 22 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സമയങ്ങളിലും ഒന്നിടവട്ട മാസങ്ങളിൽ 2 മാസത്തിലൊരിക്കൽ കൃത്യമായി പ്രവർത്തക സമിതി യോഗങ്ങൾ നമ്മൾ വിളിച്ചു ചേർത്ത് അതുപോലെ തന്നെ ആവശ്യമായ ഘട്ടങ്ങളിലൊക്കെ ഭാരവാഹികളുടെ യോഗം ചേർന്ന് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുകയും അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് പരിപാടികൾ ഇതിന്റെ ഭാഗമായി നമുക്ക് നടക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. നേതാക്കന്മാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ കമ്മിറ്റി നിലവിൽ വന്നത് 13/6/2022 അഷ്റഫ് അഡ്നിയൽ പ്രസിഡന്റും വി മുഹമ്മദ് ബേഡകം വർക്കിംഗ് പ്രസിഡന്റും എ മുഹമ്മദ് ചെമ്മനാട്, നാരായണൻ ബോവിക്കാനം എന്നിവർ വൈസ് പ്രസിഡന്റും കെ എ മുഹമ്മദ് റഫീഖ് ജനറൽ സെക്രട്ടറിയും സത്താർ തളങ്കര, താജുദ്ദീൻ പുളിക്കൂർ, സലീം ഒളിയത്തടുക്ക എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരും ആസിഫ് മഞ്ചേശ്വരം ഖജാൻജിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് 2022 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ വർഷവും കൃത്യമായി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കുന്നതായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ജനറൽ ബോഡി യോഗം നമുക്ക് യൂണിയന് കൃത്യമായി അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നമുക്ക് ഏകദേശം ആദ്യം ഒരു 60 പേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാക്കേജ് നഗരസഭ തയ്യാറാക്കി. അതിന് ഫണ്ട് അനുവദിച്ചു, ടെൻഡർ വിളിച്ചു. അതിൻ്റെ മാർക്കറ്റ് കെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോയപ്പോഴാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ബസ് ഓണേഴ്സ് അസോസിയേഷൻ അക്കാര്യത്തിൽ ഇടപെട്ടു. അവർ സ്റ്റേക്ക് പോയി കളക്ടർക്ക് പരാതി കൊടുത്തു. അങ്ങനെ നിരന്തരമായ ചർച്ചകൾ നടന്നു. അവസാനം നഗരസഭയും യൂണിയനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവരെ കൂടി താല്പര്യം, അവരെ കൂടി പരാതി ഇല്ലാത്ത രീതിയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭ മനോഹരമായുള്ള ഒരു വെൻഡിങ് മാർക്കറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കതിൽ സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് 60 ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. പക്ഷേ മാന്യമല്ലാത്ത ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ കണ്ട് നമ്മൾ അവഹേളിക്കാനൊക്കെ വന്നപ്പോൾ STUവിന്റെ നേതാക്കന്മാർ, ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ബഹുമാനനായ പ്രീമാൻ സാഹിബും അതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് നമ്മൾ നഗരത്തിൽ ഒരു അതിജീവന സമരം വെച്ചു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിന്റെ ഒരു പ്രതിധ്വനി ഇന്നും കാസർഗോഡ് നഗരത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങളൊക്കെ ഇന്നും അന്തസ്സായി അഭിമാനത്തോടു കൂടി കാസർഗോഡ് നഗരത്തിൽ കച്ചവടം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുനരധിവാസമാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 അക്കാര്യത്തിൽ STU കൃത്യമായി ഇടപെട്ടു. PWD ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ ഒരു വീഴ്ചയാണ്. അത് വീഴ്ചയല്ല, അത് ഏതോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണ്. തീർച്ചയായും ആ സമയത്ത് നമുക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിൽപ്പെട്ട ചില ആളുകൾക്ക് ചില ആശങ്കയുണ്ടായി, ചില കെണിയിലൊക്കെ വീണു പോയിട്ടുണ്ട്. എങ്കിലും അവരൊക്കെ സത്യം തിരിച്ചറിഞ്ഞ് നമ്മോടൊപ്പം വളരെ കൃത്യമായി നമ്മോടൊപ്പം നിലയുറപ്പിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ PWD ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് നടത്തിയത്. കാസർഗോഡ് നഗരത്തിൽ ഇവിടെ നടത്തിയ മാർച്ചിൽ വളരെ കൃത്യമായി നമ്മുടെ നിലപാടുകൾ പറഞ്ഞു. നമ്മുടെ നേതാക്കന്മാർ വന്നു. സമരം വലിയ വിജയമായിരുന്നു. അതോടുകൂടി PWD ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 1 മുതൽ നഗരസഭ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, മീറ്റിങ്ങുകളൊക്കെ വളരെ കൃത്യമായി നടന്നു. അതിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആ മാറിപ്പോകുന്ന തൊഴിലാളികളുടെ യോഗം ഞങ്ങൾ 2 ദിവസം മുമ്പ് STU സെന്ററിൽ വിളിച്ചു ചേർത്ത് അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകളൊക്കെ
പിന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ നമ്മുടെ ഈ യോഗത്തിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. നഗരസഭാ ചെയർമാൻ, പുതിയ ചെയർമാൻ വന്നതിന് ശേഷമാണ് ആ പദ്ധതിക്ക് സ്പീഡ് കൂടിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം നമ്മളൊക്കെ അങ്ങോട്ട് തൊഴിലാളികൾ മാറാനൊക്കെ മടിച്ചിരുന്ന ഒരു കാര്യം, അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിന് നല്ല രീതിയിലുള്ള ഒരു അടച്ചു പൂട്ടി കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു കമ്പി വഴിയായിരുന്നു ആദ്യം. പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ 28 കടമുറികൾക്കും ഷട്ടർ നിർമ്മിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ മേലെ സാധനങ്ങൾ അടുക്കി വെക്കാനുള്ള തട്ടുകളൊക്കെ ഉണ്ടാക്കി മനോഹരമായി കാസർഗോഡ് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു കടമുറി പോലെ നമ്മുടെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് മാർക്കറ്റിലെ സ്റ്റാളുകളും ഇന്ന് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാൻ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ഇന്റർലോക്കോട് കൂടിയുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഞങ്ങൾ ചെയർമാന്റെ കൂടെ പോയി അത് കണ്ടതാണ്. മറ്റ് 28 ആളുകളെയാണ് അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. അവരുടെ ഒരു ലിസ്റ്റ് ഇന്നലെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് തയ്യാറാക്കി അയച്ചു തന്നിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ചർച്ച ചെയ്യാം. ആ ലിസ്റ്റ് ഞാൻ പിന്നീട് നമ്മുടെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വായിക്കുന്നതായിരിക്കും എന്ന് കൂടി അറിയിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തം തൊഴിലാളി യൂണിയനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തൊഴിലാളി യൂണിയന് ഒരു നയം മാത്രമാണുള്ളത്. കായങ്ങാട് ഒരു നയം, കാസർഗോഡ് ഒരു നയം, സ്വന്തം തൊഴിലാളി യൂണിയന് പ്രത്യേക നയങ്ങളില്ല എന്ന് നിങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CITO കായങ്ങാട്ടെ തെരുവുവെച്ചവർക്കാരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കാസർഗോഡ് എത്തുമ്പോൾ ഭൂസാക്ഷികളൊക്കെ ഒപ്പം ചേർന്ന് നമ്മെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അഷ്റഫ് സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ഒരു പുത്തനുണർവുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ പുനരധിവാസ കേന്ദ്രത്തിൻ്റെ പ്രവൃത്തി ഒരു സ്വപ്ന പദ്ധതിയായി ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. കോംപ്ലക്സ് ഇല്ലാത്ത പൊതുപ്രവർത്തകർക്ക് വിചാരിച്ചിട്ടുള്ളത് ഈ തെരുവുകളിൽ കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരൊക്കെ രണ്ടാം തരം പൗരന്മാർ എന്നുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കടന്നു പോയത് എന്ന് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാറ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നഗരസഭാ പുനരധിവാസത്തിൻ്റെ ഭാഗമായി 28 പേരെയാണ് ഉദ്യോഗസ്ഥാനത്തിൻ്റെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. 2 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി ആ ഭാഗം, ആ പ്രദേശവും കാസർഗോഡ് നേരത്തെ ഏറ്റവും തിരക്കുള്ള ഒരു വ്യാപാര കേന്ദ്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൗകര്യങ്ങളും പ്രത്യാശകളും നിറഞ്ഞ ഒരു മേഖലയിലാണ് പുനരധിവാസ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന എല്ലാ തീരുമാനം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ അഷ്റഫ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസ്ഥാനത്തിലാണ് പ്രവർത്തന റിപ്പോർട്ട് പ്രതിപാദിച്ചത്, വരവ് ചെലവ് കണക്ക് പ്രതിപാദിച്ചത്. അപ്പം അതിൽ കാണുന്ന ഒരു കാര്യം, ഏകദേശം 5 ലക്ഷത്തോളം രൂപ യൂണിയനെ കയ്യിരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വരൂപിച്ച, നിങ്ങൾ ഏറ്റെടുത്ത ഒരു ഫണ്ട് എന്ന രീതിയിലാണ് ഈ 5 ലക്ഷത്തോളം രൂപ നിങ്ങളുടെ
കയ്യിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മളെ വ്യാപാരി സുഹൃത്തുക്കൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്നെപ്പോലുള്ള നിങ്ങളോടൊപ്പം നിൽക്കുന്നവരൊക്കെ നിങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് സാധാരണക്കാരനോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം അവസരം അനുഭവിക്കുന്നതോടൊപ്പം പ്രയാസങ്ങൾ നേരിടുന്നതോടൊപ്പം ഒക്കെ ഭൂസാക്ഷികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് നടത്തുന്ന വലിയൊരു കുപ്രചരണമാണ് അഴിമതി ആരോപണങ്ങൾ. പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരിൽ നിന്ന് 70 രൂപ മാസപ്പടി വാങ്ങിച്ചാണ് ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ ഭാരവാഹികളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി. ആ ദുഷ്പ്രചരണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചു നൽകാൻ നമുക്ക് സാധിച്ചു എന്നല്ല, അഷ്റഫ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നഗരത്തിൽ നമ്മൾ നടത്തിയ വഴി ഇപ്പോഴും നേരത്തെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ സംഘടിത ശക്തിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം തൊഴിലാളികളിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന എന്ന രീതിയിൽ ആ സംഘടനയിൽ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വാർഷിക 2 കോടി യോഗം നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ യോഗം ഭാഗമായി നമ്മുടെ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ പുനരുദ്ധരിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ പുനരധിവാസത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ കാസർഗോഡ് നഗരത്തിൽ അതുമായി ബന്ധപ്പെട്ട് കാർഡുകളുള്ള 152 പേര് നമ്മുടെ തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് കുറേ കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പക്ഷെ അത് ഒരു നിലയ്ക്കും യാഥാർത്ഥ്യമാകാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ റഹ്മാൻ സാഹിബ് അവരുകളൊക്കെ വിലാസപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ അഷ്റഫ്, എഴുന്നീർ അഷ്റഫ്, അഷ്റഫ്, ഇതൊക്കെ നിരന്തരമായിട്ട് തെരുവോര കച്ചവടക്കാരുടെ പുനരധിവാസവും ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം പെട്ടെന്ന് നടത്തി തരണമെന്നും പലവട്ടം ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് കാസർഗോഡ് നഗരത്തിൽ നിന്ന് ആദ്യം നമുക്ക് 28 പേരെയാണ് നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പുനരുദ്ധരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലോട്ടറി ഷോപ്പുകളും തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 ലോട്ടറി ഷോപ്പുകളടക്കം നമുക്ക് 33 പേര് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ആ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുവാനുള്ള ഒരു സംവിധാനം കാസർഗോഡ് നഗരസഭ ഇങ്ങനെ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെ, ഏതൊക്കെ ഷോപ്പുകൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ആ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ആ തീരുമാനം നമ്മുടെ കൗൺസിലിൽ വെച്ച് പാസ്സാക്കി അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും, നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന തെരുവ് കച്ചവടം ഒരു കാരണവശാലും വീണ്ടും അവിടെ ഉണ്ടാവാനുള്ള മാറ്റപ്പെട്ട ആ ഏരിയ ഇന്ന് തെരുവ് കച്ചവടത്തിൻ്റെ നിരോധിത മേഖലയായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം കാസർഗോഡ് നഗരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും.
അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ പ്രതിഷ്ഠിക്കണം എന്നുള്ളത് കൂടി കാസർഗോഡ് നഗരസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കാസർഗോഡ് നഗര പ്രദേശത്ത് തന്നെയുള്ള നമ്മുടെ പഴയ പ്രസിഡന്റ് ജംഗ്ഷൻ മുതൽ നമ്മുടെ ചെമ്മനാട് പാലം വരെയുള്ള ഇരുവശങ്ങളിലുള്ള സ്ഥലങ്ങൾ, അത് അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് തെരുവോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കാസർഗോഡ് നഗരസഭ 10 ലക്ഷം രൂപ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കാസർഗോഡ് നഗരസഭയ്ക്ക് പ്രചോദനമേകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും നമ്മുടെ മുമ്പിൽ ഓരോ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കച്ചവടം ചെയ്യുന്നതിൽ ഒരുപാട് പരാതികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെരുവോര കച്ചവടക്കാർക്ക് സ്ഥലത്തിൻ്റെ പരിമിതി, അതായത് ഒരു 5 എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ തെരുവ് കച്ചവടക്കാരും നമ്മുടെ ബാക്കിയുള്ളവർ ഇപ്പോൾ ഇത് നിലനിൽക്കുന്നവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ ട്രാഫിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി സഹകരിക്കാൻ വേണ്ടി കാസർഗോഡ് നഗരസഭയ്ക്ക് നിങ്ങളുടെ സഹകരണമാണ് എല്ലാത്തിൻ്റെയും വിജയം എന്നുള്ളത് കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വിജയം നമുക്ക് എത്തിപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകും. നിങ്ങൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരുപാട് ആളുകൾക്ക് സംസാരിക്കപ്പെട്ടവരുടെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നഗരസഭയാണ് കാസർഗോഡ് നഗരസഭ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാസർഗോഡ് നഗരസഭ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കാസർഗോഡ് നഗരത്തിലെ കുറച്ചുകൂടി ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസ് ക്ലബ്ബ് ജംഗ്ഷൻ മുതൽ ചെമ്മനാട് പാലം വരെയുള്ള വളരെ തന്ത്രപ്രധാനപരമായ ഒരു വ്യാപാര മേഖലയായി മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നഗരസഭയ്ക്ക് സ്ഥലമുണ്ട് എന്നവർ കണ്ടെത്തിയിരിക്കുകയാണ്. ആ സ്ഥലം വീണ്ടെടുത്ത് അവിടെ നല്ല ഒരു മാർക്കറ്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം നഗരസഭ എടുത്തിരിക്കുകയാണ്. അതിന് 10 ലക്ഷം രൂപ അതിൻ്റെ പ്രാഥമിക ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചത്. വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. വിപുലമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമുക്കെതിരെ നടത്തുകയും ഒക്കെ ചെയ്യും. ഇവിടെ തെരുവ് കച്ചവടം അതല്ലെങ്കിൽ വഴിയോര കച്ചവടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ പ്രതീകാത്മകമായി അവർ തന്നെ തെരുവിൽ പോയി കച്ചവടം ചെയ്യും. എന്നതിന് ശേഷം അവർ ഇത് എന്തായാലും ഈ കച്ചവടം നിർത്തുക തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി. അതിനെതിരെ ആദ്യമായി പ്രതികരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബ് STUവിൻ്റെ നേതാവ് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്നതുപോലെ കാസർഗോഡ് നഗരത്തിലെ വ്യാപാരികളിൽ ഏതാണ്ട് 3/4 ആളുകളും ലീഗുകാരാണ്. എന്നിട്ട് പോലും അബ്ദുറഹ്മാൻ സാഹിബിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ലീഗുകാരായ കച്ചവടക്കാരുടെ ഭാഗത്ത് നിൽക്കണോ തൊഴിലാളികളായോ എന്ന് ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ അദ്ദേഹം തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുകയും വ്യാപാരികൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഞാനതൊക്കെ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഒരു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് മഹാഭൂരിപക്ഷവും പാർട്ടിക്കാരായ വ്യാപാരികളുടെ വാദം തള്ളി, അവർക്കെതിരെ അവരെ വാദം തള്ളി തൊഴിലാളികളുടെ കൂടെ നിന്നത്. അങ്ങനെ കൂടെ നിന്നപ്പോൾ അദ്ദേഹം മറ്റൊരു വഴി കൂടി കേൾക്കേണ്ടി വന്നു. രണ്ടാമത് CPMന്റെ പത്രം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ നേതാവ് തെരുവ് കച്ചവടക്കാരിൽ നിന്ന് മാസപ്പടി വാങ്ങിയത് കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ മാസപ്പടി ഉൾപ്പെടെ അത് തുറന്നു പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. എന്ത് മാസപ്പടിയാണ് നിങ്ങൾ കൊടുത്തത്? ഇവിടെ വായിച്ചല്ലോ. നിങ്ങൾ കൊടുക്കുന്ന 20 രൂപ വെച്ചുള്ള അതിന്റെ കണക്കും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവരുടെയും ഫണ്ട് 5 ലക്ഷത്തിൽ പരം രൂപ നിങ്ങളുടെ ബാങ്കിലുണ്ട്. ഒരു നയാ പൈസ പോലും, ഒരു കാലി ചായ പോലും ഈ നഗരത്തിലെ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാത്ത
എത്രയോ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നമ്മളൊന്നും അറിയാതെ എന്തെല്ലാം തരത്തിലുള്ള സാമ്പത്തിക സഹായമല്ലാത്ത എല്ലാ സഹായങ്ങളും തന്റെ 13ാമത്തെ വയസ്സ് മുതൽ 52 കൊല്ലക്കാലത്തോളം ഈ കാസർഗോഡ് നഗരത്തിൽ തൊഴിലാളികളുടെ ഇടയിൽ ജീവിച്ച് ഒരു തൊഴിലാളിയായി ജീവിച്ച അബ്ദുറഹ്മാൻ സാഹിബ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് തൊഴിലാളികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ആളാണെന്ന് പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. പുതിയവൻ നടക്കുകയുണ്ടായി അതിജീവന സമരം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ വ്യാപാരികളെ വെല്ലുവിളിച്ചു. ഒരു നയാ പൈസ ഞങ്ങള് ഇവിടുത്തെ തെരുവ് കച്ചവടക്കാരിൽ നിന്ന് അവിഹിതമായി വാങ്ങിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചു. അതിന് ബദൽ മറ്റൊന്നും കൂടി നമ്മൾ അവരോട് ചോദിച്ചു. ഈ പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്ന് വ്യാപാരികളാണ് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, കച്ചവടക്കാര്, അത് ഞങ്ങൾ തെളിയിപ്പിക്കാമെന്നടക്കം നമ്മൾ വെല്ലുവിളിച്ച് പറഞ്ഞപ്പോഴാണ് വ്യാപാരികൾ അവരുടെ പ്രചരണം അവസാനിപ്പിച്ചത്. അതിനുശേഷം ചെയർമാൻ മാറിയപ്പോൾ നമുക്ക് പുനരധിവാസ പദ്ധതി വളരെ എളുപ്പമായി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്ര പ്രതിസന്ധി കൂടി വന്നാലും ശരി, അതിനൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ നിയമം നടപ്പിലാക്കുക. സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് 2014 ആ നിയമത്തിന്റെ പേരാണ്. 2013 ഏപ്രിലിൽ ലോക്സഭയും സെപ്റ്റംബറിൽ രാജ്യസഭയും പാസാക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രമാദമായ ഒരു നിയമമാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട്. കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ, രാഷ്ട്രപതി ഒപ്പിട്ട നിയമം. തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. ആ നിയമം കാസർഗോഡ് നഗരസഭ നടപ്പാക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ചെയർമാനാണ് ഈ നിയോഗം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ആ നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമത്തെ അനുസരിക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ചെയർമാൻ ഇവിടെ പറഞ്ഞത്. ഒരു നിയമം നടപ്പാക്കണമെന്ന് നമ്മൾ പറഞ്ഞു, നടപ്പാക്കാൻ പോവുകയാണ്. നടപ്പാക്കുമ്പോൾ ആ നിയമത്തിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങൾ നടപ്പിലാക്കാൻ, അതുകൂടി നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അനുസരിക്കാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഈ ജനറൽ ബോഡിക്ക് ശേഷം നിങ്ങൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ ആലോചന നടത്തണം. ഇവിടെ പുനരധിവസിപ്പിച്ച ഭാഗത്ത് പിന്നെ നിരോധിത മേഖലയാണ്, ബാൻ ഏരിയ, അവിടെ പിന്നെ തെരുവ് കച്ചവടം പാടില്ല. നമുക്ക് നമ്മളെ പുനരധിവസിപ്പിക്കണം. അവിടെ നമുക്ക് കാർഡുകൾ നൽകി ആ തെരുവ് കച്ചവടക്കാരാണ് എന്ന് അംഗീകരിക്കുന്ന ആ കാർഡ് നൽകി അത് പ്രകാരം നേരത്തെ ബഹുമാന്യ സുഹൃത്ത് അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ PM സ്വാനിധിയുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളെ രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ കൂടി നഗരസഭ മുഖാന്തരം നടത്തി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള ആ ലോണുകളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങി. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ഒരു വിഭാഗത്തിന് ഒരു അമിത പ്രാധാന്യം കിട്ടുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രശ്നം, അത് ഒരിക്കലും കാസർഗോഡ് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വ്യാപാരികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോ നമ്മള് ഏറ്റവും അധികം ശക്തി കേന്ദ്രമായ സാഹിബ് അടക്കം താമസിക്കുന്ന മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഒരു സുപ്രഭാതത്തില് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു യോഗം ചേർന്ന് പിറ്റേ ദിവസത്തെ പത്രത്തില് ഒരു വാർത്ത, മഞ്ചേരി നഗരസഭയിലെ മുഴുവൻ വഴിയോര കച്ചവടങ്ങളും നിർത്താൻ പോകുന്നു, നിർത്തിവെക്കാൻ പോകുന്നു. ഒരിക്കൽ പോലും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് നടപ്പിലാക്കിയ ഒരു നഗരസഭയ്ക്കോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ അതുപോലുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ നഗ്നമായ സത്യം. കാരണം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന് പിന്നെ കോടതിയിൽ നിന്ന് കയറി പോരാനുള്ള സമയം ഉണ്ടാവില്ല. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ കോടതിയിൽ കാണാം എന്നതാണ്. അതോടുകൂടി ആ ഒരു തീരുമാനത്തെ മരവിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെയാണ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വ്യാപാരി ശക്തമായി നേരിട്ടപ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ലാതെ ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇപ്പോ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ പുതിയ വെൻഡിങ് സോണുകൾ തീരുമാനിച്ച് ഇതിന്റെ ഈ നിയമത്തിൽ പറയുന്നതാണ് കച്ചവടം ചെയ്യാൻ പാടുള്ള സ്ഥലങ്ങൾ, കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ.
എന്നാൽ ഭാഗികമായി കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങൾ, ചില സമയങ്ങളിൽ മാത്രം കച്ചവടം ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ചിലപ്പോൾ ആഴ്ചയിൽ ചന്ത പോലെ കച്ചവടം ചെയ്യാൻ ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയ അതിനായിട്ട് നിശ്ചയിച്ച് നൽകുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം അവിടെ എല്ലാവരും കൂടി ഒത്തുകൂടി കച്ചവടം ചെയ്യുന്ന രീതിയിൽ, അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന രീതിയിൽ, തീരെ ആ റോഡിൽ തീരെ കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, അതുപോലുള്ള ഒരു രീതിയിലേക്കാണ് പ്രിയപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിൽ എനിക്ക് മനസ്സിലായത്. നമുക്ക് വേണ്ടത്, നമുക്ക് എന്താണോ വേണ്ടത് അത് അവരുടെ ഭാഗത്തു നിന്ന്, അധികാരികളുടെ ഭാഗത്തു നിന്ന് നമ്മുടെ നേതാക്കന്മാർ ഏതൊക്കെ രീതിയിലാണോ പറയുന്നത് അത് അതേപടി നിങ്ങൾക്ക് നൽകാൻ അവർ തയ്യാറാവുമ്പോൾ, നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എവിടെ നിങ്ങൾ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല. നമ്മളെ സത്യത്തിലൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ചുരുക്കം ചിലരെങ്കിലും അങ്ങനെ ആളുകളുണ്ടാവും. നേരത്തെ ഇപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഒരു 5 സ്ഥലം എന്നുള്ളതാണ്. ആ 5 സ്ഥലത്തിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ അത് അതിന്റെ പെട്ടി കാര്യങ്ങളൊക്കെ വെച്ച സ്ഥലം ഇതാവും. നമ്മൾ നിലവിലൊരു മാനസികാവസ്ഥ വെച്ചിട്ട് നമ്മൾ ഒരു കച്ചവടം നടത്തുന്ന ഒരാളെ തൊട്ടപ്പുറത്ത് പോയിട്ട് നമ്മളൊരാളെന്നെ വേറൊരു കച്ചവടം അവിടെ തുടങ്ങും. അതൊരു സ്വാഭാവിക മാനസികാവസ്ഥയിൽപ്പെട്ടതാണ്. അയാൾ അവിടെ തൊട്ടപ്പുറത്ത് വന്ന് കച്ചവടം ചെയ്യുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ആൾക്ക് അയാളുടെ ആ കച്ചവടം കുറച്ചുകൂടെ ജനങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ നിലവിൽ ഒരു 10 പെട്ടി വെച്ചിരുന്ന ആള് അതൊരു 15 പെട്ടിയാവും. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് എന്ത് ചെയ്യും? അയാൾക്കും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 പെട്ടി കൂടി അയാൾ കൂട്ടും. അങ്ങനെ വരുന്ന സമയത്താണ് ബഹുമാനായ ചെയർമാനൊക്കെ പറഞ്ഞ പോലെ ആ പ്രദേശത്ത് പിന്നെ വണ്ടിക്കും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകാൻ, ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയിൽ നിന്ന് നമ്മൾ മാറി നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ അധികാരികൾ ചെയ്തു തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി, നമ്മുടെ യൂണിയൻ ഇടപെട്ട് നിങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിത്തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയന്റെ ഏറ്റവും ശക്തമായ ഒരു കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനമായി കൂടെ നിൽക്കുന്ന കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. JST. വഴിയോരം തെരുവ് കച്ചവടക്കാരുടെ എൻ്റെ ബോഡി യോഗം നൽകുകയാണ്. നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. കാസർഗോഡ് ടൗണിൽ വെച്ച് ഏറ്റവും വലിയൊരു സംഘടന നൽകിച്ചുകൊണ്ട് യൂണിയൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ വഴിയോരം, മോട്ടോർ എന്ന കമ്മിറ്റികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മളെ യൂണിയന്റെ ഭരണഘടനയ്ക്കും പാർട്ടിയും നഗരസഭയും പറയുന്ന പോലെ എല്ലാം അനുസരിച്ച് ഒത്തൊരുമയിൽ പോകാനുള്ള ഉണ്ടാവണം. നമുക്ക് നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നമ്മളുടെ നേതാക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾക്കത് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനുള്ള നഗരസഭ നല്ലതുപോലെ നമ്മളെ ഒരു ഒപ്പമുള്ള നഗരസഭയാണ്. അതുകൊണ്ട് ഇതിനുള്ള പുതിയ കമ്മിറ്റി, അതിലുള്ള ഈ പുതിയ വരുന്ന കമ്മിറ്റിക്കും STU ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങൾ നിൽക്കുന്നു. JST. അവസാനിപ്പിക്കുന്നതായി അറിയിച്ചു. പ്രയാസങ്ങൾ നമ്മൾ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് കാസർഗോഡ് നഗരസഭ കാര്യത്തിൽ ആ കാര്യത്തിൽ വളരെ സഹായിച്ചു. കഴിഞ്ഞ 3-4 വർഷമായി പിന്നെ പരിസംഖ്യ വെക്കുന്നുണ്ട്. പരിസംഖ്യ എന്ന് പറയുന്നത് ഒരു തൊഴിലാളി 20 രൂപയാണ്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല ഇന്നലകൾ
വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. ശ്രീധരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാഫയ്ക്ക് തങ്ങൾ CHOരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. ഒരു തൊഴിലാളി ഹുസൈൻ മൊഗ്രാലിനെ ഇവിടെ നമ്മൾ സാധാരണ സ്വീകരിക്കുന്നു. സാധാരണ വേണ്ടി നമ്മുടെ യൂണിയൻ സംസ്ഥാന ജനറൽ സ്വീകരിക്കുന്നതിന് വേണ്ടി ഹുസൈൻ മൊഗ്രാലിനെ വേദികരിക്കുന്നു. ഉഷാകുമാരി മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം. മറയാത്തൊരോർമ്മയിൽ കായിലെ മില്ലത്തെന്ന വിളക്ക്. മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിന്റെ തുടക്കം. മറയാത്തൊരോർമ്മയിൽ കായിലെ മില്ലത്തെന്ന വിളക്ക്. ലീഗിനായോടി നടന്ന ധീരന്മാരൊത്തിരിയുണ്ട്. ഉന്നതികൾ സ്വപ്നം കണ്ട നേതാക്കൾ അനവധിയുണ്ട്. ഒരു ഭൂതകാല ചരിത്രം കൂട്ടുണ്ട് കേരള മണ്ണിൽ പ്രശോഭിതമാകും കൊടിയുണ്ട്. അതിന്റെ ഒരു യഥാർത്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. അതിന്റെ ചട്ടങ്ങളെല്ലാം രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ മെയ് വരെ കണക്കാക്കി അവതരിപ്പിച്ചു. 2022 ജൂൺ മാസം മുതൽ 2024 ജൂൺ മാസം വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 20 രൂപ വാങ്ങുന്നത് വളരെ കൃത്യമായി എപ്പോഴാണ് കിട്ടുന്നത് ഓരോ 4 ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 10,000 രൂപയാണ് നൽകിയത്. 10,000 രൂപ കൃത്യമായി അടക്കാവുന്നവർക്ക് രണ്ടാം ഘട്ടമായി 20,000 നൽകി. 20,000 കൃത്യമായി ആളുകൾക്ക് 50,000 നൽകി. ഇന്നലത്തെ യോഗത്തിൽ വന്നത് പോക്കർ സാഹിബ് വീരാൻ സാഹബ് അഹമ്മദ് പേരുയിര് സീതി ബനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ. പോക്കർ സാഹിബ് വീരാൻ സാഹിബ് അഹമ്മദ് പേരുയിര് സീതി ബനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ. തെളിമ നിറഞ്ഞവരാണ്, മുന്നേ നടന്നവരാണ്, മിന്നുന്ന മാതൃകയാണ്, തന്നുള്ള ഊർജവുമാണ്. സെയ്ദർ മുത്തു ശിഹാബിൻ ഹൈദരലി തങ്ങൾ കാട്ടിയ വഴിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. ശ്രീധരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാഫയ്ക്ക് തങ്ങൾ CHOരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല.
അഭിമാനമുഹൂർത്തം നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. ശ്രീധരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാപ്പയ്ക്ക് തങ്ങൾ ചീയച്ചോരും EVM ഹരിത പതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല പിന്നെ ബാങ്കിൽ നിക്ഷേപിച്ച് തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾക്ക് അതിനു വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. ഈ കാലയളവിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തൊഴിലാളികളാണ് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം കാസർഗോഡ് നഗരത്തിൽ ഉണ്ടാകാൻ സാധിക്കും. പരിസര പ്രദേശങ്ങളിലും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ കീഴിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു യൂണിയനാണ് നമ്മുടെ യൂണിയൻ. ഈ നഗരപ്രദേശത്തെ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം. വളരെ കൃത്യമായി മറയാത്തൊരോർമ്മയിൽ കായികമില്ലെന്ന വിളക്ക്. മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണ് അതിന്റെ തുടക്കം. കുറെ വർഷമായി മറയാത്തൊരോർമ്മയുമായി ലീഗിനായോടി നടന്ന ധീരന്മാരൊത്തിരിയുണ്ട്. ഉന്നതികൾ സ്വപ്നം കണ്ട നേതാക്കൾ അനവധിയുണ്ട്. ഒരു ഭൂതകാല ചരിത്രം കൂട്ടുണ്ട്. കേരള ശോഭിതമാകും കൊടിയുണ്ട്. 2023 നമ്മുടെ അഫിലിയേഷൻ പ്രവർത്തനങ്ങൾ പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല നമ്മുടെ നേതാക്കന്മാർക്കുള്ള സ്വീകരണ പരിപാടി. അതുകൂടാതെ നമ്മുടെ ഇത്രയും കാലം നടത്തുന്ന കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ സ്വപ്ന പദ്ധതി കൂടിയായ നമ്മുടെ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അതിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ ആരുടെയും മുഖം നോക്കാതെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് നമ്മുടെയും പ്രശ്നമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോക്കർ സാഹിബ് ബീരാൻ സാഹബ് അഹമ്മദ് പേരുയിര് സീതീപനാത്ത് വാല കൊരമ്പയിൽ City Gold, Gold and Diamonds, Kerala and Karnataka. സാഹിബ് വീരാൻ സാഹിബ് അഹമ്മദ് പേരുയിര് സീദീപനാത്ത് വാല കൊരമ്പയിലും ഹാജിയവർ. തെളിമ നിറഞ്ഞവരാണ്, മുന്നേ നടന്നവരാണ്, മിന്നുന്ന മാതൃകയാണ്, തന്നുള്ള ഊർജവുമാണ്. സെയ്ദർ മുത്തു ശിഹാബിൻ ചിരിയുണ്ട്. ഹൈദരലി തങ്ങൾ കാട്ടിയ വഴിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. സെയ്ദരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി ബാപ്പയ്ക്ക് തങ്ങൾ ചീയച്ചോരും EVM ഹരിത പതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിൻ നല്ല